നമ്മുടെ മലയാളത്തിലെ പോലെ കന്നഡയിൽ നിന്ന് വന്ന ഒരു റിയലിസ്റ്റിക് ക്രൈം ത്രില്ലർ ശാകാഹാരി. സന്ദീപ് സുങ്കദ് സംവിധാനം ചെയ്ത ഈ കന്നഡ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന്. ഇതൊരു മർഡർ മിസ്റ്ററിയാണ്, അതിനപ്പുറം ഒരു ക്രൈം ഡ്രാമയാണ്. സുബ്ബണ്ണ എന്നൊരു ചായക്കടക്കാരൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, വിജയ് എന്ന ഒരു BSF ഉദ്യോഗസ്ഥൻ, ഈ 3 വ്യത്യസ്ത കഥാപാത്രങ്ങൾ, 3 വ്യത്യസ്ത ജീവിതങ്ങൾ, ഇത് 3ഉം കൂടി എങ്ങനെ അവസാനം ലിങ്ക്ഡ് ആയി എന്നുള്ളതാണ് ഈ ചിത്രം പറയുന്നത്. ഒരു ഡീസന്റ് സ്ലോ പേസ്ഡ് ക്രൈം ഡ്രാമ ത്രില്ലർ എന്നാണ് ഈ പടത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്. എന്നാലും ഭയങ്കര എക്സൈറ്റ്മെന്റോ വാവ് എന്നോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സന്ദീപ് സുങ്കദ് എന്ന പുതുമുഖ സംവിധായകനാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മിസ്റ്ററിയും സസ്പെൻസും ഒക്കെയുള്ള ഒരു തിരക്കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. നല്ല സ്ക്രിപ്റ്റാണ്. എവിടെയൊക്കെയോ ഒരു മലയാളം പടം കണ്ട ഒരു ഫീലും എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ മേക്കിംഗ് കാണുമ്പോൾ നമുക്ക് ഈ പടം ഒരു ലോ ബഡ്ജറ്റിലെടുത്ത സിനിമയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കൂടാതെ പടം കുറച്ചുകൂടി ക്രിസ്പായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഒരു 3-4 പാട്ടുണ്ട്. അതുപോലെ ചിലയിടങ്ങളിൽ വളരെയധികം സ്ലോ ആയിട്ടാണ് കഥ പോകുന്നത്. അതൊക്കെ നമ്മളെ കുറച്ച് മുഷിപ്പിച്ചേക്കാം. വിജയ് എന്ന ക്യാരക്ടറിന്റെ കഥ കുറച്ചൊക്കെ വലിച്ചു നീട്ടിയതുപോലെ തോന്നി. അതുമാത്രമല്ല, സുബ്ബണ്ണയുടെ ഒരു ലവ് ട്രാക്ക് സത്യത്തിൽ കഥയിൽ അതിന്റെ ആവശ്യമില്ല. അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. ഒഴിവാക്കിയാലും കഥയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പടത്തിൽ നിന്ന് കട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ സുബ്ബണ്ണയായിട്ട് വന്ന രംഗായന രഘു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പോലീസ് ഇൻസ്പെക്ടറായിട്ട് വന്ന ഗോപാൽ കൃഷ്ണ ദേശ്പാണ്ഡെ, പിന്നെ വിജയ് എന്ന ക്യാരക്ടറായിട്ട് വന്ന വിനയ് യുജെ, എല്ലാവരും നല്ല ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ആയിരുന്നു. മയൂർ അംബേക്കലാണ് പടത്തിന്റെ സംഗീത സംവിധായകൻ. ക്യാമറ വിശ്വജിത് റാവു, എഡിറ്റിംഗ് ശശാങ്ക് നാരായണ. ചുരുക്കത്തിൽ എബോവ് ആവറേജ് ആയിട്ടുള്ള വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ് ഈ പടം. പക്ഷെ കുറച്ചുകൂടി ഫാസ്റ്റ് പേസിൽ ചെയ്യാമായിരുന്ന, കുറച്ചുകൂടി ട്രിം ചെയ്യാമായിരുന്ന, കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. എന്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങളുടേത്. 2 മണിക്കൂർ 26 മിനിറ്റാണ് പടത്തിന്റെ റൺ ടൈം. കന്നഡ ഭാഷയിൽ മാത്രമേ ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളൂ. ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഈ പടം കാണാം. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. ശാകാഹാരി, വെജിറ്റേറിയൻ ഹോട്ടൽ, പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ.